ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശി വരുന്നു, പാർശ്വ ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 സെപ്റ്റംബർ മാസം 3-ാം തീയതി വെളുപ്പിനെ 3:53 മുതൽ സെപ്റ്റംബർ 4-ാം തീയതി വെളുപ്പിനെ 4:21 വരെയാണ്. ഇത്തവണ ഏകാദശിയായി ആചരിക്കുന്നത് സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ചയാണ്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്തിനു പറയുന്നു, ഭാരതത്തിൽ തന്നെ ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് 2 ദിവസം ഏകാദശിയായി ആചരിക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അതിൽ തന്നെ ആദ്യത്തെ ദിവസം ഏകാദശിയായി ആചരിച്ചാൽ ഉച്ച കഴിഞ്ഞിട്ടാണ് പാരണാസമയം വരുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവ വിശ്വാസപ്രകാരമുള്ള ഏകാദശി ദിവസങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് രാവിലെ പാരണ വീടുന്ന സമയം. പല സ്ഥലങ്ങളിലും 1 മിനിറ്റ് സമയമൊക്കെ ഉള്ളൂ ഇത്തവണ പാരണ വീടാനായിട്ട്. അതിനെപ്പറ്റി വിശദമായി ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ സ്ഥലങ്ങളിലെയും പാരണാ സമയവും അതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളും ഒക്കെ തന്നെ. കാരണം അങ്ങനെ വന്നിരിക്കുന്നു. ഏകാദശി തിഥിയുടെ ആ സമയത്തിന് അനുസരിച്ചിട്ട് പഞ്ചാംഗത്തിൽ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത്തവണത്തെ ഏകാദശിക്ക്, അതായത് സെപ്റ്റംബർ 3-ാം തീയതി ബുധനാഴ്ച നമ്മൾ ആചരിക്കുന്ന ഏകാദശിക്ക് പാർശ്വ ഏകാദശി എന്നാണ് പറയുന്നത്. അതുകൂടാതെ മറ്റു ചില പേരുകൾ കൂടി ഈ ഏകാദശിക്ക് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പത്മ ഏകാദശി എന്ന് പറയുന്നു, വാമന ഏകാദശി എന്ന് പറയുന്നു, പരിവർത്തിനി ഏകാദശി എന്നും പറയുന്നുണ്ട്. അതായത് ധാരാളം പേരുകൾ ഓരോ സ്ഥലങ്ങളിൽ, അതാത് സ്ഥലങ്ങളിൽ ഈ ഏകാദശിക്ക് പല പല പേരുകളായിട്ടാണ് ഓരോരുത്തരും പറയുന്നത്. എന്തുതന്നെയായാലും വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രത്യേകതയുള്ള ഒരു ഏകാദശിയാണ് ഈ ഏകാദശി. അതായത് ഈ പരിവർത്തിനി ഏകാദശി. അതായത് ഭഗവാൻ നാരായണൻ നിദ്ര കൊള്ളുന്നതിനായിട്ട് മറുവശത്തേക്ക് തിരിഞ്ഞ് കിടക്കുന്ന ആ ദിവസമാണ് പരിവർത്തിനി ഏകാദശി. അതുകൊണ്ട് തന്നെ വളരെ വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ്. അതുകൂടാതെ തന്നെ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ ഏകാദശി. അതുകൊണ്ട് തന്നെ നമ്മളിൽ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങളൊക്കെ തന്നെ ഈ ദാനധർമ്മത്തിലൂടെ നശിച്ചു പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അതായത് ഇതിൻ്റെ കഥ പറയുന്നത്, ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, അങ്ങൊന്ന് പറഞ്ഞു തരാമോ, ഈ ഭാദ്രപദ മാസത്തിലെ ഈ ഏകാദശിയെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ഈ ഏകാദശിയുടെ പേര് വാമന ഏകാദശി എന്നാണെന്നും പത്മ ഏകാദശി എന്നും ജയന്തി ഏകാദശി എന്നും പരിവർത്തിനി ഏകാദശി എന്നും ഒക്കെ ഈ ഏകാദശിക്ക് പറയുന്നുണ്ട് എന്നും, അതുപോലെ വാമന അവതാരത്തെപ്പറ്റിയും ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, അസുര രാജാവായ മഹാബലി ചക്രവർത്തി, ബലി രാജാവ് അസുരനായിരുന്നു എങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വൈകുണ്ഠപതിയുടെ വലിയ ഭക്തനായിരുന്നു. അദ്ദേഹം ഒരുപാട് യാഗങ്ങൾ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് സ്വർഗം പോലും അദ്ദേഹത്തിന് പ്രാപ്തമാകും എന്ന ഒരു അവസ്ഥ എത്തിയപ്പോൾ ദേവന്മാരുടെയും ദേവഗുരുവിൻ്റെയും ഒക്കെ ഉപദേശപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈകുണ്ഠമൂർത്തി വാമന രൂപത്തിൽ അവതരിക്കുകയും ബലിരാജാവിനോട് ദാനം ചോദിക്കുകയും, അങ്ങനെ നമുക്കറിയാം, നമുക്ക് ആ കഥയൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് തന്നെ മഹാബലിയുടെ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ മഹാബലിയെ സുതലം എന്ന ലോകത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും, അതായത് ചവിട്ടി താഴ്ത്തി എന്ന് നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ആ സുതലത്തിലെ രാജാവാക്കി, ആ ലോകത്തിലെ രാജാവാക്കി വാഴിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഭഗവാൻ വൈകുണ്ഠമൂർത്തി പറയുന്നുണ്ട്, ഈ ലോകത്തിൽ നിന്നോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പരിവർത്തിനി ഏകാദശി ദിവസമാണ് ഭഗവാൻ നാരായണമൂർത്തിയുടെ വൈകുണ്ഠപതിയുടെ ഒരു രൂപം
ഒരു വിഗ്രഹം മഹാബലി തൻ്റെ ലോകമായ സുതലത്തിൽ പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നു. ഈ മഹാബലി ചക്രവർത്തിയുടെ ഈ കഥയും അതുപോലെ തന്നെ വാമന അവതാരവുമൊക്കെ അന്നേ ദിവസം ഓർക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ശ്രേയസ്കരമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഏകാദശി ദിവസം ഭഗവാന്റെ വാമന രൂപത്തെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. ഓം വാമനായ നമ എന്ന് ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓം ഗോവിന്ദായ നമ എന്ന് ജപിച്ചുകൊണ്ട് ദാനം ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്തൊക്കെ ദാനം ചെയ്യാം എന്നുകൂടി പറഞ്ഞു തരുന്നുണ്ട്. ജലം ദാനം ചെയ്യാൻ പറയുന്നുണ്ട്, തൈര് ദാനം ചെയ്യാൻ പറയുന്നുണ്ട്, അരി, കുട, ചെരുപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ദാനം ചെയ്താൽ വളരെ ഉത്തമമാണ് എന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്. അതുപോലെ സൂര്യവംശത്തിലെ ഒരു രാജാവായിരുന്നു മാന്ധാതൻ. അദ്ദേഹം വളരെ നീതിമാനായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ജനങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് വസിച്ചിരുന്നത്. രാജാവ് നീതിമാനായതുകൊണ്ട് തന്നെ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. അന്നപാനീയങ്ങളൊക്കെ സുലഭമായി ആ രാജ്യത്ത് കിട്ടിയിരുന്നു. കൃഷിയൊക്കെ നന്നായി പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു 3 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വരൾച്ച ഉണ്ടാവുകയും ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിനോട് പരാതി പറയുകയും അതനുസരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നറിയുന്നതിനായിട്ട് അദ്ദേഹം അങ്കിരസ് എന്ന മഹർഷിയെ സമീപിക്കുകയും അങ്കിരസ് ഈ പരിവർത്തിനി ഏകാദശി അനുഷ്ഠിച്ചാൽ രാജ്യത്ത് സുലഭമായി മഴയുണ്ടാകും എന്ന് പറയുകയും അങ്ങനെ രാജാവും അതുപോലെ തന്നെ ആ രാജ്യത്തിലെ ജനങ്ങളും എല്ലാവരും തന്നെ പരിവർത്തിനി ഏകാദശി അല്ലെങ്കിൽ ഈ പാർശ്വ ഏകാദശി വിധിപൂർവം അനുഷ്ഠിക്കുകയും അതിൻ്റെ ഭാഗമായി മഴ ഉണ്ടാവുകയും ക്ഷാമം വരൾച്ച മാറുകയും ചെയ്തു എന്നും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു കഥ കൂടി ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുണ്ട്. ഏകാദശി എങ്ങനെ എടുക്കണം എന്നുള്ളതിനെ പറ്റി വീണ്ടും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ പാരണ വീടുന്നത്, അത് പാരണ വീടുക എന്ന് പറയുന്നത് നമുക്കറിയാം. ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ വീടുക എന്ന് പറയുന്നത്. ആ സമയം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തീർത്ഥം സേവിച്ച് ഭഗവാനെ നമസ്കരിച്ച് വ്രതം ഭഗവാനെ സമർപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കുറച്ച് സമയം നമ്മൾ നീക്കി വെക്കുന്നത്. ഇത്തവണ 1 മിനിറ്റ് സമയമൊക്കെ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യണം? ഉദാഹരണമായിട്ട് 10:17 മുതൽ 10:18 വരെയാണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 മിനിറ്റ് സമയത്തിൽ ആ 10:17 മുതൽ 10:18 ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? തീർത്ഥം സേവിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക്, അതായത് ഈ 10:17 മുമ്പുള്ള സമയം നിങ്ങൾക്ക് വിളക്ക് കത്തിച്ച് നിങ്ങളുടെ നാമങ്ങളൊക്കെ ജപിക്കാം, കഥകളൊക്കെ പറയാം. ആ തീർത്ഥം സേവിക്കുന്ന ആ ഒരു സമയം അത് ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യണം. അതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അത് ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ആ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും തീർത്ഥം സേവിക്കുകയോ, ഒന്നുകിൽ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന തീർത്ഥമോ അതല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾ കിണ്ടിയിൽ ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു തീർത്ഥമോ നിങ്ങൾ സേവിക്കണം ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ആ സമയത്ത് അതിനു മുമ്പായിട്ട് വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയം തീർത്ഥം സേവിച്ചതിന് ശേഷം പിന്നീടുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് നാമജപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ തീർത്ഥം സേവിക്കുന്ന ആ ഒരു ടൈം പീരീഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത്തവണ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. പാരണാസമയം പറയാം. പാരണാസമയം ഞാൻ പ്രത്യേകിച്ച് ഡേറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സെപ്റ്റംബർ 4-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. അതല്ല, സെപ്റ്റംബർ 4-ാം തീയതി അല്ലാത്ത സ്ഥലങ്ങളിലെ പാരണാസമയം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയും ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. കേരളത്തിൽ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ. 4-ാം തീയതി രാവിലെ 10:18 മുതൽ 10:19 വരെ. അതിൽ തന്നെ ഈ 10:18 എന്ന് പറയുന്ന ആ ഒരു സമയം അത് വളരെ പ്രധാനമാണ്. ഞാൻ ഇനി അങ്ങോട്ട് ഈ 10:18 ഏതെങ്കിലും സ്ഥലങ്ങളിലെ പാരണാസമയങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 10:17 മുതൽ 10:18 എന്ന് പറയുകയാണെങ്കിൽ ആ 10:18 എന്നുള്ളത് നിങ്ങളൊന്ന് പ്രത്യേകമായി എടുത്തുകൊള്ളുക. കാരണം ആ 10:18 എന്ന് പറയുന്ന സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് 10:17 മുതൽ 10:18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:18 നിങ്ങൾക്ക് തീർത്ഥം സേവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഉത്തമമാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കേരളത്തിൽ 10:18 മുതൽ 10:19 വരെ. സെപ്റ്റംബർ 4-ാം തീയതി തമിഴ്നാട് 10:18 മുതൽ 10:20 വരെ. കർണാടക 10:18 മുതൽ
10-19 വരെ, ആന്ധ്രാപ്രദേശ് 10-17 മുതൽ 10-18 വരെ, തെലുങ്കാന 10-17 മുതൽ 10-18 വരെ, ഒറീസ 10-16 മുതൽ 10-18 വരെ, ഗോവ 10-18 മുതൽ 10-30 വരെ, ഡൽഹി 10-17 മുതൽ 10-18 വരെ, ഗുജറാത്ത് 10-18 മുതൽ 10-43 വരെ, മധ്യപ്രദേശ് 10-17 മുതൽ 10-18 വരെ, മഹാരാഷ്ട്ര 10-18 മുതൽ 10-33 വരെ, ഛത്തീസ്ഗഡ് 10-17 മുതൽ 10-18 വരെ. ഇനി വെസ്റ്റ് ബംഗാൾ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. വെസ്റ്റ് ബംഗാളിൽ 4-ാം തീയതി ഏകാദശി എടുക്കുന്നതാണ് കൂടുതൽ ഉത്തമം. 5-ാം തീയതി പാരണ വീടുന്നത് 5-ാം തീയതി രാവിലെ 5:20 മുതൽ 9:30 വരെ. അതായത് വെസ്റ്റ് ബംഗാൾ 4-ാം തീയതി ഏകാദശി, വൈഷ്ണവ ഏകാദശി 4-ാം തീയതിയാണ്. പാരണ വീടേണ്ടത് 5-ാം തീയതി രാവിലെ 5:20 മുതൽ 9:30 വരെ. ഹിമാചൽ പ്രദേശ് ഇനി അങ്ങോട്ട് എല്ലാം 4-ാം തീയതിയാണ്. 5-ാം തീയതി പാരണ വീടുന്ന ഇതുപോലെ ഉള്ള സ്ഥലങ്ങൾ വരുമ്പം അത് പ്രത്യേകം പറയാം. ഹിമാചൽ പ്രദേശ് 4-ാം തീയതി 10-18 മുതൽ 10-19 വരെ, പഞ്ചാബ് 10-18 മുതൽ 10:22 വരെ, ഉത്തർപ്രദേശ് 10-18 മുതൽ 10-19 വരെ, ഹരിയാന 10-18 മുതൽ 10-19 വരെ, ജാർഖണ്ഡ് 10-17 മുതൽ 10-18 വരെ, ബീഹാർ 10-17 മുതൽ 10-18 വരെ, രാജസ്ഥാൻ 10-18 മുതൽ 10:20 വരെ, ആസാം ശ്രദ്ധിച്ചുകൊള്ളുക. 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി പാരണ, 5-ാം തീയതി 5:04 മുതൽ 9:16 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലും 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി പാരണ, 5-ാം തീയതി രാവിലെ 5:09 മുതൽ 9:15 വരെ. കാശ്മീർ 4-ാം തീയതി രാവിലെ 10:18 മുതൽ 10:22 വരെ. 3 സ്ഥലങ്ങളാണ് ഭാരതത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. ഇനി ദുബായ് 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 8:48 മുതൽ 10:12 വരെ, അബുദാബി 8:48 മുതൽ 10:16 വരെ, ബഹ്റിൻ 7:48 മുതൽ 9:31 വരെ, സൗദി അറേബ്യ 7:48 മുതൽ 9:46 വരെ, കുവൈറ്റ് 7:48 മുതൽ 9:40 വരെ, ദോഹ ഖത്തർ 7:48 മുതൽ 9:27 വരെ, ഷാർജ 8:48 മുതൽ 10:11 വരെ, ഒമാൻ 8:48 മുതൽ 10 മണി വരെ. യു കെ മാഞ്ചസ്റ്ററിലും 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 6:24 മുതൽ 10:53 വരെ, അർമേനിയ 4-ാം തീയതി പാരണ, 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി രാവിലെ 8:48 മുതൽ 10:51 വരെ. ജർമ്മനിയിലും അതുപോലെ തന്നെ 4-ാം തീയതിയാണ് പാരണ വീടേണ്ടത്, 6:48 മുതൽ 10:51 വരെ. ഡെൻമാർക്ക്, ഓസ്ട്രേലിയ അവിടെ 4-ാം തീയതിയാണ് ഏകാദശി, 5-ാം തീയതി പാരണ വീടണം, 5-ാം തീയതി രാവിലെ 6:24 മുതൽ 6:38 വരെ. ഇനി ലിബിയയിൽ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 6:48 മുതൽ 10:59 വരെ. നൈജീരിയയിലും 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 6:21 മുതൽ 10:26 വരെ. സ്വീഡനിൽ 3-ാം തീയതി ഏകാദശി, 4 പാരണ, 4-ാം തീയതി രാവിലെ 6:48 മുതൽ 10:28 വരെ. ഇറ്റലി 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 6:48 മുതൽ 10:59 വരെ. വെല്ലിംഗ്ടൺ, ഓസ്ട്രേലിയ 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി പാരണ, 5-ാം തീയതി രാവിലെ 5:56 മുതൽ 8:38 വരെ. സിംഗപ്പൂർ 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി പാരണ, 6:59 മുതൽ 11:02 വരെ. മാലിദ്വീപ്സിൽ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 9:48 മുതൽ 10:03 വരെ. ചൈനയിൽ 4-ന് ഏകാദശി, 5-ന് പാരണ, 5-ാം തീയതി രാവിലെ 5:31 മുതൽ 6:38 വരെ. മലേഷ്യയിൽ 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി രാവിലെ 7 മുതൽ 11:10 വരെ. പോണ്ടിച്ചേരിയിൽ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 10:17 മുതൽ 10:18 വരെ. സാംബിയ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 6:48 മുതൽ 10:07 വരെ.
ജോർദാൻ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 6:41 മുതൽ 11:02 വരെ. ഇനി ഇസ്രായേലിൽ 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 7:48 മുതൽ 10:31 വരെ. സൗത്ത് ആഫ്രിക്ക 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 7 മണി മുതൽ 10:50 വരെ. ന്യൂസിലാൻഡിൽ 4-ാം തീയതി ഏകാദശി, 5-ാം തീയതി പാരണ, 5-ാം തീയതി രാവിലെ 6:39 മുതൽ 10:26 വരെ. ജോർജിയ 3-ാം തീയതി ഏകാദശി, 4-ന് പാരണ, 4-ാം തീയതി രാവിലെ 8:48 മുതൽ 10:49 വരെ. അയർലൻഡ് 3-ാം തീയതി ഏകാദശി, 4-ാം തീയതി പാരണ, 4-ാം തീയതി രാവിലെ 6:40 മുതൽ 11:09 വരെ. ഉഗാണ്ട 3-ാം തീയതി ഏകാദശി, 4-ന് പാരണ, 4-ാം തീയതി രാവിലെ 7:48 മുതൽ 10:47 വരെ. അമേരിക്ക ന്യൂയോർക്ക് 3-ാം തീയതി ഏകാദശി, 4-ന് പാരണ, 4-ന് രാവിലെ 6:26 മുതൽ 10:45 വരെ. കാനഡ 3-ന് ഏകാദശി, 4-ന് പാരണ, 4-ാം തീയതി രാവിലെ 6:28 മുതൽ 10:50 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 4-ാം തീയതി പാരണ, അതായത് 3-ാം തീയതി ഏകാദശി, 4-ന് പാരണ, 4-ാം തീയതി രാവിലെ 6:34 മുതൽ 10:59 വരെ. ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ സ്ഥിരമായി പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിട്ട് ചോദിച്ചു കൊള്ളുക. ആ കമൻറ്റിന് മറുപടി ഞാൻ നൽകാം. ഇത്രയൊക്കെ ഉള്ളൂ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനായിട്ടുള്ളത്. ഏകാദശി വ്രതം എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ്, അതിനകത്ത് ഏകാദശി എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏകാദശിയുടെ ഒരു വീഡിയോ എടുത്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഏകാദശി വീഡിയോകളിലും ഞാൻ വളരെ വ്യക്തമായി പറയുന്നതാണ്. ഇത്തവണ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് എനിക്കത് വളരെ വിശദമായി നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കാത്തത്. എൻ്റെ ആ പ്രത്യേക സാഹചര്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് കഴിയട്ടെ, ഞാനത് വിശദമായി തന്നെ നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.